വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സുന്നി യുവജന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പരിപാടിയാണിത്. പൗരാവകാശ സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ കേരള സുന്നി യുവജന സംഘം 70 വർഷത്തെ പാരമ്പര്യമുള്ള സംഘടനയാണ് എന്ന് നമുക്കറിയാം. യുവജനങ്ങൾക്കിടയിൽ സാംസ്കാരിക ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിലും സമൂഹത്തെ പുരോഗമനപരമായി മുന്നോട്ട് നയിക്കുന്നതിലും ഈ സംഘടന നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. ഇപ്പോൾ അധ്യക്ഷ ഭാഷണത്തിലും ബഹുമാന്യനായ കാന്തപുരം അതുതന്നെയാണ് ആവർത്തിച്ചത്. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്തിനിടയിൽ വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലകളിൽ ഈടുറ്റ സംഭാവനകൾ നൽകാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സാന്ത്വന സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്നു. കേരള സമൂഹത്തിൻ്റെ ഐക്യവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കാനുതകുന്ന ഇടപെടലുകൾ നടത്തി മുന്നോട്ടു പോകാൻ ഉതകുന്ന ചർച്ചകളാണ് ഈ യുവജന സമ്മേളനത്തിൽ നടക്കുക എന്നത് ഉറപ്പായി കരുതാവുന്നതാണ്. ആ രീതിയിലുള്ള പ്രവർത്തന പാരമ്പര്യമാണ് ഈ സംഘടനയ്ക്ക് ഉള്ളത്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി 120 സെഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നാടിൻ്റെ ഉത്കർഷം ലക്ഷ്യം വെച്ചുള്ള ചർച്ചകളാൽ ഈ സെഷനുകളെല്ലാം സമ്പന്നമാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള ഫ്യൂച്ചർ കേരള സമ്മിറ്റ്, നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഇവ നവകേരള സൃഷ്ടിയിൽ മുതൽക്കൂട്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പൗരാവകാശ സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. നമ്മുടെ രാജ്യത്തെ പൗരാവകാശങ്ങളുടെ അടിസ്ഥാനം തന്നെ നമ്മുടെ ഭരണഘടനയാണ്. നിർഭാഗ്യവശാൽ ആ ഭരണഘടനയുടെ ശില്പിയെപ്പോലും അപമാനിക്കാൻ മടിയില്ലാത്തവരാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. രാജ്യസഭയിൽ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നടന്ന ചർച്ച നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ളതാണ്. ആ ചർച്ചയിലാണ് ഭരണഘടനാ ശില്പികളിൽ പ്രധാനിയായ ഡോക്ടർ അംബേദ്കറെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശം ആഭ്യന്തരമന്ത്രിയിൽ നിന്നുണ്ടായത്. ഓരോ പൗരനും അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പാക്കാനും സമത്വവും സമഭാവനയും ഊട്ടിയുറപ്പിക്കാനും വേണ്ട പരിശ്രമങ്ങൾ നടത്തിയ മഹാനാണ് അംബേദ്കർ. നമ്മുടെ നാടിൻ്റെ നവോത്ഥാന, പുരോഗമന, അധിനിവേശ വിരുദ്ധ ആശയങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട്, ഒരു വോട്ടിന് ഒരു മൂല്യം
എന്ന തത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ സമത്വം നേടാൻ നമുക്ക് കഴിഞ്ഞുവെന്നും എന്നിരുന്നാലും സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ ഇല്ലാതാക്കിയാൽ മാത്രമേ പൂർണ്ണതോതിൽ സമത്വത്തിലധിഷ്ഠിതമായൊരു സമൂഹം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നുമാണ് ഭരണഘടന അവതരിപ്പിച്ചുകൊണ്ടുള്ള ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയിൽ അംബേദ്കർ പറഞ്ഞത്. സാമൂഹിക സാമ്പത്തിക കാര്യങ്ങളിലെ അസമത്വം തുടരണമെന്നും രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്കുള്ള സമത്വം ഇല്ലാതാക്കണമെന്നും കരുതുന്നവർക്ക് മാത്രമേ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അപമാനിക്കാൻ കഴിയും. അത്തരക്കാരുടെ ഉദ്ദേശം എന്താണെന്നത് വ്യക്തമാണ്. ഭരണഘടനയെ അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതാക്കുക, വിശ്വാസ സംഹിതകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഭരണ സംവിധാനം ഇവിടെ പ്രാബല്യത്തിൽ വരുത്തുക, ഇതിനാണ് അവർ ശ്രമിക്കുന്നത്. അത്തരം നീക്കങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾ കൂടിയാവണം പൗരാവകാശ സമ്മേളനങ്ങൾ. പൗരാവകാശങ്ങൾ ഉറപ്പാക്കുക എന്താണ് ജനാധിപത്യ പ്രക്രിയയിൽ സർക്കാരുകൾ ചെയ്യുന്നത്. എന്നാൽ വർത്തമാനകാല സാഹചര്യത്തിലെ രാജ്യത്തിൻ്റെ പൗരാവകാശങ്ങളുടെ നില എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. പൗരാവകാശങ്ങൾ ഉറപ്പാക്കുകയല്ല, ഹനിക്കപ്പെടുകയാണ്. സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിച്ചാൽ അപ്പോൾ കൽത്തുറുങ്കിലടക്കുകയാണ്. അങ്ങനെ കൽത്തുറുങ്കിലടക്കപ്പെടുന്നവർ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, തടവറയിൽ തന്നെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നവർ നിരവധിയുണ്ട് എന്നതും നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്തുന്ന പത്രസ്ഥാപനങ്ങൾ വളരെ ചുരുക്കമാണിപ്പോൾ നമ്മുടെ രാജ്യത്ത്. എന്നാൽ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതും രാജ്യത്ത് നാം കാണുകയാണ്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി മാറുന്നു. കേന്ദ്ര ഏജൻസികൾ മാത്രമല്ല, കേന്ദ്ര ഏജൻസികൾക്ക് പുറമെ സംഘപരിവാർ നേതൃത്വം നൽകുന്ന അവരുടേതായ ഗൂണ്ടാ സ്ക്വാഡുകളുണ്ട്. അവർ സ്വതന്ത്ര ചിന്തകരെയും വിമർശകരെയും വേട്ടയാടുന്നതും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നാം കാണുന്നു. ഗൗരി ലങ്കേഷ്, ഗോവിന്ദ് പൻസാര, എം കൽബുർഗി, അവരുടെയെല്ലാം അനുഭവം നമ്മുടെ രാജ്യത്തിനാകെ അറിവുള്ളതാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഇതാണ് സാധാരണ നാം പറയാറുള്ളത്. ആ സമത്വം ഉറപ്പാക്കാൻ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട് എന്നത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ. ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങളനുസരിച്ച് ന്യൂനപക്ഷങ്ങൾ ജീവിച്ചു കൊള്ളണമെന്ന്
ഒരു ജഡ്ജി തന്നെ പറഞ്ഞത് ഈ അടുത്ത കാലത്താണ്. അതിനു പുറമെയാണ് രാജ്യത്തുണ്ടാകുന്ന അങ്ങേയറ്റം വിവേചനപരമായ ചില നിയമനിർമ്മാണങ്ങൾ. ചൂഷണങ്ങൾക്കെതിരെ നിലകൊള്ളാനുള്ള അവകാശമുണ്ട് എന്നിരിക്കെ തന്നെ ചൂഷണത്തിനെതിരെ നിലകൊള്ളുന്ന കർഷകരെ, തൊഴിലാളികളെ, മറ്റു ജനവിഭാഗങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്നു, കൊലപ്പെടുത്തുന്നു. തൊഴിലാളിയെ യഥേഷ്ടം തൊഴിലെടുപ്പിക്കുന്നതിന് തൊഴിലുടമയ്ക്ക് അവകാശം നൽകുന്ന നിയമനിർമ്മാണമാണ് രാജ്യത്ത് നടന്നിട്ടുള്ളത്. വളരെ ക്രൂരമായ നില നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി വിവിധ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി തൊഴിലാളികൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ അവകാശം പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. തൊഴിൽ സമയം 14 മണിക്കൂറാക്കി വർദ്ധിപ്പിക്കണമെന്ന് അടുത്ത കാലത്ത് ഒരു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതും നാം കേട്ടതാണ്. ഇപ്പോൾ ചൂഷണങ്ങൾക്കെതിരെ നിലകൊള്ളാനുള്ള അവകാശം ഉറപ്പാക്കുന്ന ഭരണഘടന തൊട്ട് പ്രതിജ്ഞ ചെയ്താണ് സർക്കാരുകൾ അധികാരത്തിലേൽക്കുന്നത്. ആ സർക്കാരുകൾ തന്നെ ചൂഷണങ്ങൾക്ക് വഴി തുറക്കുന്നു എന്ന് വന്നാൽ അത് ഗൗരവത്തോടെ നാം കാണേണ്ടതുണ്ട്. മതവിശ്വാസ സ്വാതന്ത്ര്യം, ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടോ? ഇതും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. മതവിശ്വാസം മാത്രമല്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇതിനെല്ലാമുള്ള അവകാശം രാജ്യത്തെല്ലായിടവും ഉണ്ടോ? നിയമപരമായി ഉണ്ട്, ഭരണഘടന ഉറപ്പു നൽകുന്നുമുണ്ട്. പക്ഷേ അതിന് ചിലർ, ആ ചിലർ അധികാരത്തിൻ്റെ പിന്തുണ കൂടിയുള്ളവരാണ്. ആ ചിലർ അനുവദിക്കാത്ത നിലയാണുള്ളത്. അതിനെ ചുക്കാൻ പിടിക്കുന്നതോ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ. വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് പല ഭാഗങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ആകെ ചിത്രം നോക്കിയാൽ ഇതൊരു ഭയാനകമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ നമുക്ക് കഴിയും. വർഗീയത ആളിക്കത്തിക്കാനും അതിൻ്റെ പേരിൽ മനുഷ്യരെ നിഷ്കരുണം കൊന്നു തള്ളാനും വർദ്ധിത വീര്യത്തോടെയാണ് സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വരുന്നത്. ഹരിയാനയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹിമാചലിലും ഉത്തർപ്രദേശിലുമെല്ലാം പശുവിൻ്റെ പേരിൽ നിരന്തരം ആക്രമണങ്ങൾ അരങ്ങേറുന്നു. അക്രമികളെ സംരക്ഷിക്കുകയും ഇരകളെ കേസിൽ കൊടുക്കുകയും ചെയ്യുന്നു. പശുവിൻ്റെ പേരിൽ രാജ്യമാകെ വർഗീയ കലാപം അഴിച്ചുവിടുന്ന അക്രമികൾക്ക് തടയിടാനല്ല ശ്രമിക്കുന്നത്, അവർക്ക് കൂടുതൽ ഊർജം പകരുകയാണ്
അവരെ സംരക്ഷിക്കുന്ന ഭരണാധികാരികൾ. സാബിർ എന്ന കുടിയേറ്റ തൊഴിലാളിയെ ഹരിയാനയിൽ വർഗീയവാദികൾ മർദ്ദിച്ചു കൊന്നു. ആര്യൻ മിശ്ര, ആ കുട്ടി ഒരു 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയാണ് ഗോസംരക്ഷകർ വെടിവെച്ച് കൊന്നത്. ഗോസംരക്ഷണത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ കഴിഞ്ഞൊരു ദശാബ്ദമായി ഇന്ത്യയിൽ നിരന്തരം നടക്കുകയാണ്. 2015 ഉത്തർപ്രദേശിൽ 45-കാരനായ മുഹമ്മദ് തക്ലാക്കിനെ വധിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഗോസംരക്ഷണം എന്ന പേരിൽ ഇന്ത്യയിലെമ്പാടും നിരവധി കൊലപാതകങ്ങളാണ് അരങ്ങേറിയത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഈ കൊലപാതകങ്ങളെ അപലപിക്കാനോ ആ കൊലപാതകികൾക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ ഉറപ്പുവരുത്താനോ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 60ഓളം കൊലപാതകങ്ങൾ, 300-ലധികം ആക്രമണങ്ങൾ ഈ ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ രാജ്യത്ത് നടന്നിട്ടുണ്ട്. കണക്കുകൾ പറയുന്നത് 2018 സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലുകൾ നടത്തി. എന്നിട്ട് പോലും ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ അധികാരത്തിലിരിക്കുന്നവർ തയ്യാറായിട്ടില്ല. ഭരണഘടനാ സ്ഥാപനമാണ് സുപ്രീം കോടതി. രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയാണത്. ആ സുപ്രീം കോടതിയോട് സംഘപരിവാറിനുള്ള നിഷേധാത്മക നിലപാടാണ് ഈ സമീപനത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന് അധികം താമസിയാതെ തന്നെ വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി വന്നത് എങ്ങോട്ടാണ് പോക്ക് എന്നുള്ളതിൻ്റെ സൂചനയായി തന്നെ കാണാവുന്നതാണ്. ഇപ്പോൾ മദ്രസകളെയും ലക്ഷ്യം വെച്ചിരിക്കുന്നു. വഖഫ് സ്വത്തുക്കളാകെ പിടിച്ചെടുക്കാനും ന്യൂനപക്ഷ അവകാശങ്ങളെല്ലാം ഇല്ലാതാക്കാനുമുള്ള ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് നിയമഭേദഗതി എന്ന് NDA ഘടകകക്ഷികൾക്ക് പോലും പറയേണ്ടി വന്നു. അതിനെതിരെ അവർക്ക് രംഗത്തും വരേണ്ടി വന്നു. അങ്ങനെയാണ് ആ ബിൽ പാർലമെൻ്ററി സമിതിക്ക് വിട്ടത്. സംഘപരിവാറിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധത ചിലർ കാണുന്നത് മുസ്ലിം ജനവിഭാഗങ്ങളെ മാത്രമേ ബാധിക്കൂ എന്നാണ്. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസാക്കി ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരായ കടന്നാക്രമണം അവർ കടുപ്പിക്കുകയാണ് എന്നതാണ് വസ്തുത. 1 വർഷത്തിലധികമായി, എന്നിട്ടും മണിപ്പൂരിലെ കലാപം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിനെ കൂടുതൽ ആളിക്കത്തിക്കാനാണ് വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്ത് എല്ലാവർക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവർക്കെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയുമോ? അതുമാത്രമല്ല, ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാവുക കൂടിയാണ്. ഇവിടെ വ്യാപകമായി അത്തരം നീക്കങ്ങൾ ശക്തിപ്പെടുത്തുന്ന നിലയാണ് രാജ്യത്താകെ കാണുന്നത്.
ഇതിൻ്റെ ഭാഗമായി രാജ്യത്താകെ ഉയർന്നു വന്നിട്ടുള്ളത് അതിരൂക്ഷമായ അസ്വസ്ഥതയാണ്. വലിയ തോതിലുള്ള ആശങ്ക സ്വാഭാവികമായും ഉയർന്നു വന്നിരിക്കുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നപ്പോൾ ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിയൊരു കാര്യമുണ്ട്. രാജ്യത്താകമാനം സംഘപരിവാർ സൃഷ്ടിച്ചിട്ടുള്ള വർഗീയ അതിക്രമങ്ങളുടെ ബീഭത്സരൂപം ഇനി വരാനിരിക്കുന്നു എന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതേ കാര്യമാണ്. അന്ന് സംഘപരിവാർ പറഞ്ഞ മധുരയുടെയും കാശിയുടെയും മറ്റും കാര്യം ഇടതുപക്ഷം ഓർമ്മിപ്പിച്ചിരുന്നു. അയോധ്യ കൊണ്ട് ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നും രാജ്യത്താകമാനം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകാൻ പോകുന്നുവെന്നാണ് ആ ഘട്ടത്തിൽ സംഘപരിവാർ ഉയർത്തിയ മുദ്രാവാക്യം വ്യക്തമാക്കുന്നത്. അയോധ്യ തോ ബസ് ജാൻകി ഹേ, കാശി മധുര അഭി ബാക്കി ഹേ, ഇതായിരുന്നു ആ മുദ്രാവാക്യം. ഇടതുപക്ഷം ഇത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇടതുപക്ഷത്തെ പരിഹസിക്കാനാണ് ചിലർ വല്ലാതെ മെനക്കെട്ടത്. എന്നാൽ അത് വസ്തുതാപരമായ കാര്യമാണെന്ന് ഇപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ്. ഉത്തർപ്രദേശിലെ സംഭലിൽ നിന്നുള്ള വാർത്തകളടക്കം അതാണ് ശരിവെക്കുന്നത്. വാരാണസിയിലെയും മധുരയിലെയും മസ്ജിദുകൾക്കുമേൽ അവകാശവാദം ഉന്നയിച്ച് നൽകിയ ഹർജികൾ കീഴ്ക്കോടതികൾ ഫയലിൽ സ്വീകരിച്ചു, സർവേക്ക് ഉത്തരവിട്ടു. 4 പേർ കൊല്ലപ്പെട്ട സംഘർഷത്തിന് കാരണമായ സംഭലിൽ മസ്ജിദ് ഭാരവാഹികളുടെ ഭാഗം കേൾക്കുക പോലും ചെയ്യാതെയാണ് സർവേ നടത്താൻ വളരെ ധൃതിയിൽ ഏകപക്ഷീയമായി കോടതി ഉത്തരവിട്ടത്. സർവമതസ്ഥരുടെയും തീർത്ഥാടന കേന്ദ്രമായ അജ്മീർ ദർഗയുടെ അവകാശം സംബന്ധിച്ചുള്ള ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. ആരാധനാലയങ്ങൾക്കുമേൽ അവകാശവാദം ഉന്നയിച്ച് രാജ്യത്തെ വർഗീയമായി പിളർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. ആരാധനാലയങ്ങളുടെ മതസ്വഭാവം 1947 ആഗസ്റ്റ് 15 എന്തായിരുന്നോ, അതായത് നമ്മൾ സ്വാതന്ത്ര്യം നേടുമ്പോൾ എന്തായിരുന്നോ ഓരോ ആരാധനാലയത്തിൻ്റെയും അവസ്ഥ, അത് നിലനിർത്തണമെന്ന് അനുശാസിക്കുന്ന 1991 ആരാധനാലയ സംരക്ഷണ നിയമം നിലനിർത്തേണ്ടതും ഫലപ്രദമായി നടപ്പാക്കേണ്ടതും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും അനിവാര്യമാണ്. അല്ലെങ്കിൽ തോന്നലുകളുടെ ഭാഗമായുള്ള ആവശ്യങ്ങൾ വർഗീയ സംഘർഷം വളർത്തിയെടുക്കുന്ന ഹീനമായ ഉദ്ദേശത്തോടെ ആവർത്തിച്ചു എന്ന് വരും. ഈ സാഹചര്യത്തിലാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം ചോദ്യം ചെയ്തുള്ള ഹർജി കോടതിയുടെ മുൻപാകെ ഉള്ളത് നാം ഓർക്കേണ്ടത്. അതിൽ പലരും കക്ഷി ചേർന്നിട്ടുണ്ട്. ഏതായാലും അത്തരമൊരവസ്ഥ നിലനിൽക്കേണ്ടതാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെ എൻ്റെ രാഷ്ട്രീയ പാർട്ടിയും ആ കാര്യത്തിൽ കോടതിയിൽ കക്ഷി ചേർന്ന് ആ കേസിൽ വാദം നടത്തുകയാണ്. ഇത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളുടെയും വിശ്വാസങ്ങൾ നീതിപൂർവമായി സംരക്ഷിക്കാൻ നിലകൊള്ളുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇവിടെ മതത്തെ മറയാക്കി
വിദ്വേഷം പടർത്തുന്നവർ അവർ ആ വഴിക്ക് തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. അത്തരക്കാരെ വിമർശിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരാണ് എന്ന ധാരണ വേണ്ട. ആ വിമർശനം ആ ഉയർത്തുന്ന വർഗീയതയ്ക്കെതിരെയുള്ള വിമർശനമാണ്. ഒരു വിഭാഗം ഉയർത്തുന്ന വർഗീയത പൊതുജനാധിപത്യ പ്രസ്ഥാനം, മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ എതിർത്തു പോവുക തന്നെ വേണം. പക്ഷേ ഒരു കാര്യം ഇതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയത അനേകം ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനിരയായ ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. സ്വാഭാവികമായും അതിൻ്റേതായ പ്രയാസവും ബുദ്ധിമുട്ടും വിഷമവും രോഷവും അമർഷവും എല്ലാം ഉണ്ടാകും. ഇത് ഉണ്ടാകുന്നതിലൊരു തെറ്റുമില്ല. മതനിരപേക്ഷ ചിന്തയുടെ ഭാഗമായി നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും എതിർക്കാനും നമുക്കെല്ലാം കഴിയേണ്ടതുണ്ട്. പക്ഷേ അതിൽ നിന്ന് മാറി ഈ ഭൂരിപക്ഷ വർഗീയത ചെയ്യുന്ന കാര്യം തന്നെ തങ്ങൾക്കും ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വന്നാൽ അതെവിടെ എത്തും? അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ഭൂരിപക്ഷ വർഗീയത ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾ ചില ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വഴിവെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത ഉപയോഗിച്ച് എതിർക്കാൻ പുറപ്പെട്ടാൽ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കില്ല. എപ്പോഴും ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതും തന്നെയാണ്. പക്ഷേ മതനിരപേക്ഷ ജനാധിപത്യ ഇടതുപക്ഷ ചേരിയുടെ ഭാഗമായി നിന്നുകൊണ്ടായിരിക്കണം ആ ചോദ്യം ചെയ്യൽ. അല്ലാതെ മറ്റേ ഭൂരിപക്ഷ വർഗീയത സ്വീകരിക്കുന്ന അതേ സമ്പ്രദായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടാൽ അത് ആത്മഹത്യാപരമായിരിക്കും. കാരണം വർഗീയത, രണ്ട് വർഗീയതയും പരസ്പര പൂരകമാണ്. ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുന്നുവെങ്കിൽ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് വരിക. രണ്ടും പരസ്പര പൂരകമായിട്ടുള്ളതാണ്. എല്ലാ വർഗീയതയും എതിർത്തു പോകാൻ കഴിയണം. എല്ലാ വർഗീയതയും ചോദ്യം ചെയ്യാനാവണം. വർഗീയമായിട്ടുള്ള ചേരിതിരിവ് നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്നതല്ല. മതനിരപേക്ഷതയുടെ ഭാഗമായി എല്ലാവർക്കും അണിചേരാൻ കഴിയണം. അതാണ് മതനിരപേക്ഷ ചിന്താഗതിയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്ന് നാം കാണണം. ഇവിടെ ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാൻ പുറപ്പെട്ടാൽ അതിൻ്റെ ഫലം കൂരിരുട്ട് മാത്രമായിരിക്കും. വർഗീയതയെ വർഗീയത കൊണ്ട് നേരിട്ടാൽ നാടിൻ്റെ നാശത്തിനാണ് അത് വഴിവെക്കുക. ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ്. അതുപോലെ വർഗീയതയെ നേരിടേണ്ടത് മതനിരപേക്ഷത കൊണ്ടാണ്. ആ മതനിരപേക്ഷ ആശയത്തിൽ ഊന്നിയാണ് നമ്മുടെ ഭരണഘടനയടക്കം നിലനിൽക്കുന്നത്. മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത്. നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷമാകണോ മതാധിഷ്ഠിതമാകണോ? ആ ചർച്ച ഭരണഘടനാ അസംബ്ലിയിൽ തന്നെ നടന്നിരുന്നു. വിശദമായി ചർച്ച നടന്നൊരു കാര്യമാണത്. അന്ന് മതാധിഷ്ഠിതമാകണം എന്ന് വാദിച്ച ആളുകളുമുണ്ട്. പക്ഷേ രാജ്യം ഭരണഘടനാ അസംബ്ലി
തീരുമാനിച്ചത് മതനിരപേക്ഷ രാഷ്ട്രമാകണമെന്നാണ്. മതനിരപേക്ഷതയിലൂന്നിയുള്ള ആ നിലപാടാണ് എല്ലാ രീതിയിലും ഗുണം ചെയ്തത് എന്നത് നമ്മുടെ അനുഭവവും നമ്മുടെ ചുറ്റുമുള്ള അനുഭവങ്ങളുമെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിന് വർഗീയത അത് എത്ര ചെറിയ അളവിലുള്ളതായാലും അത് വിമർശിക്കപ്പെടുക തന്നെ വേണം. അതിനെ ചോദ്യം ചെയ്തു പോകണം. അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ വർഗീയത വേറെ, വിശ്വാസം വേറെ. ഈ പ്രാഥമിക ധാരണ എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തിലെ മഹാഭൂരിഭാഗം ആളുകളും വിശ്വാസികളാണ്. ആ വിശ്വാസികളിൽ മഹാഭൂരിഭാഗവും മതനിരപേക്ഷ ചിന്താഗതിക്കാരുമാണ്. ഇപ്പോൾ വിശ്വാസം വേറെ, വർഗീയത വേറെ. ഇവിടെ തെറ്റായ ഒട്ടേറെ പ്രചരണങ്ങൾ വർഗീയതയുടെ ഭാഗമായി രാജ്യത്ത് ഉയർന്നു വരുന്നത് നാം കരുതലോടെ കാണേണ്ടതായിട്ടുണ്ട്. വർഗീയ ശക്തികൾക്ക് ഗുണകരമാക്കി തീർക്കാൻ എന്തും വിളിച്ചു പറയാനും പ്രചരണായുധമാക്കാനും അവർ തയ്യാറാകുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ മറ്റുദാഹരണങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇത് പൗരാവകാശ സമ്മേളനമാണല്ലോ. പൗരാവകാശത്തിൻ്റെ അടിസ്ഥാനം തന്നെ പൗരത്വമാണ്. അത് നിലനിൽക്കുന്നതാകട്ടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ മതനിരപേക്ഷതയിൽ ഊന്നിയുമാണ്. എന്നാൽ ഇന്ന് അതിനെ അട്ടിമറിക്കുന്ന വിധത്തിൽ പൗരത്വത്തിൽ മതവിശ്വാസം ഒരു ഘടകമായി മാറുന്ന നില വന്നിരിക്കുന്നു. മതമാണ് പൗരത്വത്തിൻ്റെ ആധാരം, അടിസ്ഥാനം എന്ന് വരുമ്പോൾ നമ്മുടെ മതനിരപേക്ഷത ഉപേക്ഷിച്ച് മതാധിഷ്ഠിത രാഷ്ട്രം എന്ന നിലയിലേക്ക് മാറുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് വരുന്നത്. മതാധിഷ്ഠിത രാഷ്ട്രം സ്ഥാപിക്കാനല്ല ഇവിടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ പൂർവികർ ആഗ്രഹിച്ചത്. മതനിരപേക്ഷ ഇന്ത്യ യാഥാർത്ഥ്യമാക്കാൻ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ സിഖ് എന്നോ പാർസി എന്നോ ബൗദ്ധനെന്നോ ജൈനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അണിനിരന്നു. ആ ഉജ്ജ്വല മതനിരപേക്ഷ പാരമ്പര്യത്തെയാണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത്. നമ്മുടെ കേരളത്തിന് ഇത്തരം കാര്യങ്ങളിൽ അഭിമാനിക്കാൻ ഒട്ടേറെ വകയുണ്ട്. പൗരത്വ നിയമഭേദഗതി വന്നപ്പോൾ അതിനെതിരെ ആദ്യം പ്രമേയം പാസാക്കിയ നിയമസഭ നമ്മുടെ നിയമസഭയാണ്. അതുമായി ബന്ധപ്പെട്ട NPR സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കാൻ കേരളത്തിന് കഴിഞ്ഞു. CAA ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സ്യൂട്ട് ഫയൽ ചെയ്തതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്. CAA-ക്കെതിരെ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിഷേധിക്കുന്ന നിലയും കേരളത്തിൽ സ്വീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമല്ലാത്ത ഒരുപാട് ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്നതാണ് വസ്തുത. ഡൽഹിയിലും ആസാമിലും ഉൾപ്പെടെ വലിയ പ്രക്ഷോഭങ്ങൾ CAA-ക്കെതിരെ അരങ്ങേറുകയുണ്ടായി. അത്തരം ജനകീയ പ്രതിഷേധങ്ങളെയും രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന വിമർശനങ്ങളെയും കണക്കിലെടുക്കാതെ തങ്ങളുടെ വർഗീയ അജണ്ട നടപ്പാക്കും
എന്ന വാശിയാണ് സംഘപരിവാർ കാണിക്കുന്നത്. അപ്പോൾ ഈ വാശി ഇവിടെ നടപ്പില്ല എന്ന ഇടപെടലാണ് നാം കൂട്ടായി നടത്തേണ്ടത്. ഡൽഹിയിൽ സമാധാനപരമായി CAA വിരുദ്ധ പ്രക്ഷോഭം നടന്നപ്പോൾ അതിനെതിരെ BJP നേതാക്കൾ രംഗത്തെത്തി. പ്രക്ഷോഭകരെ വെടിവെച്ച് കൊല്ലാൻ ഒരു കേന്ദ്രമന്ത്രി തന്നെ ആഹ്വാനം ചെയ്യുന്ന നിലവരെയുണ്ടായി. ആ ഘട്ടത്തിൽ ഡൽഹിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടതും നാം ഓർക്കേണ്ടതാണ്. ഡൽഹി പോലീസ് അതിന് കൂട്ടുനിന്നപ്പോൾ കലാപാന്തരീക്ഷം ശാന്തമാക്കാൻ അവിടെ പ്രക്ഷോഭകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കൂടെയില്ലാത്ത അന്തരിച്ചുപോയ സഖാവ് സീതാറാം യെച്ചൂരി അടക്കമുള്ള ഇടതുപക്ഷ നേതാക്കൾ ഓടിയെത്തിയത് നാം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. എന്നാൽ അവരെ പ്രതി ചേർത്തുകൊണ്ടാണ്, സീതാറാം യെച്ചൂരി അടക്കം പ്രതി ചേർത്തുകൊണ്ടാണ് അന്നത്തെ ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ന്യൂനപക്ഷങ്ങളുടെ വാസസ്ഥലങ്ങൾ, ആരാധനാലയങ്ങൾ ഇടിച്ചു നിരത്താൻ ശ്രമിച്ചപ്പോൾ ബുൾഡോസറുകൾക്ക് മുന്നിൽ നിന്ന് പ്രതിരോധം തീർത്തത് സഖാവ് ബൃന്ദാ കാരാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷക്കാരായിരുന്നു. NIA ഭേദഗതി നിയമം ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് ലോക്സഭയിൽ സ്വീകരിക്കുകയും ചെയ്തു. ഡൽഹിയിലെന്ന പോലെ മണിപ്പൂരിലും സമാധാനം സ്ഥാപിക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നു എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. എന്നാൽ മനോഭാവത്തിലൊരു മാറ്റവും ഇല്ല. കൂടുതൽ ശക്തമായി വർഗീയ നിലപാട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്ക് സാധിക്കുക. ഇവിടെ CAA വിഷയം വന്നപ്പോൾ രാജ്യത്താകെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് അവരുടെ ആരാധന സ്വാതന്ത്ര്യം പോലും തടസ്സപ്പെടുന്ന നിലയുണ്ടായപ്പോൾ അതിലെല്ലാം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ചെയ്യേണ്ടത്. ആരും ഇത്തരം നീക്കങ്ങളുമായി സമരസപ്പെടുന്ന നില ഉണ്ടാകാതിരിക്കണം. പൗരാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ ഭരണഘടന തന്നെയാണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെ ആകെയുള്ള ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഭാഗമായി ഉയർന്നു വന്ന മൂല്യങ്ങൾ, അന്നത്തെ മുദ്രാവാക്യങ്ങൾ, അതെല്ലാം ഭരണഘടനയ്ക്ക് ഊർജമായി മാറിയിട്ടുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി നടന്ന പ്രക്ഷോഭങ്ങൾ വ്യത്യസ്തമായ രാഷ്ട്രീയ സാംസ്കാരിക ധാരകളെ വിളക്കി ചേർത്തുകൊണ്ട് ഉണ്ടായവയാണ്. ഈ വൈവിധ്യമാർന്ന ആശയങ്ങളുടെ പുരോഗമനോന്മുഖമായ മാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന രൂപപ്പെടുന്നത്. അതിന് രാഷ്ട്രീയ സമരങ്ങൾ ഉയർത്തിയ ആശയങ്ങൾ ഉൾച്ചേർന്നിട്ടുമുണ്ട്. നവോത്ഥാന പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഉയർത്തിയ മൂല്യങ്ങളും ഉൾച്ചേർന്നിട്ടുണ്ട്. ഇത്തരമൊരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഭരണഘടനയെ വായിക്കാനും പഠിക്കാനും. അതുവഴി പൗരാവകാശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും. നാം കാണേണ്ടത്, നാം അനുഭവിക്കുന്ന അവകാശങ്ങൾ ആരും ദയാപൂർവം വെച്ച് നീട്ടി തന്നതല്ല. നിരവധി പോരാട്ടങ്ങളിലൂടെ നാം നേടിയെടുത്തതാണ്. ആ ബോധ്യം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവണം. അപ്പോഴാണ് പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ തെളിമയോടെ
ബോധ്യമാവുക. ആ അവബോധം സൃഷ്ടിക്കാനുള്ള ഇടപെടലായിട്ട് കൂടി ഈ സമ്മേളനം മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയെപ്പോലെ ഇന്ത്യൻ ഭരണഘടന കേവലമായ ഒരു നിയമപ്രമാണം മാത്രമല്ല, അതിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ പരിവർത്തനോന്മുഖമായ സ്വഭാവമാണ്. ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ജുഡീഷ്യറിയുടെയും പ്രവർത്തന ഘടനകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തെ സമത്വത്തിലും മതനിരപേക്ഷതയിലും ഊന്നിയ ജനാധിപത്യ സമൂഹമാക്കി മാറ്റി തീർക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമ്മുടെ ഭരണഘടന പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇതെല്ലാം ഭരണഘടനയിൽ ഉൾച്ചേർക്കുമ്പോൾ ഭരണഘടനാ ശില്പികൾ മനസ്സിൽ കണ്ട ഒരു വസ്തുതയുണ്ട്. ഇത്തരം നേട്ടങ്ങൾ ആർജിക്കാൻ അന്ന് വരെ കഴിയാതിരുന്ന ഒരു സമൂഹമാണ് ഇന്ത്യ. അതിൽ നിന്ന് മുന്നേറി സമത്വവും അവസര തുല്യതയും മതനിരപേക്ഷതയും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമുക്കേറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് ഭരണഘടനാ ശില്പികളുടെ ദീർഘവീക്ഷണം. ഇത് കണക്കാക്കി നാം കാര്യങ്ങൾ ഗൗരവത്തോടെ ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനാവണം. പൗരാവകാശങ്ങൾ ഹനിക്കാൻ ആരെയും അനുവദിക്കില്ല. അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ഭരണഘടന തകർക്കാൻ ഏത് കൊലക്കൊമ്പൻ വന്നാലും നാം ജനങ്ങൾ അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയമായിരിക്കണം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ ഔപചാരികമായി